ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. എൻ്റെ SSLCക്ക് പോലും അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും 6 മണിക്ക് എണീറ്റിട്ടില്ല ഗൈസ്. സത്യമായിട്ടോ 6 മണിന്ന സമയം ഞാൻ എണീറ്റു. എന്തിനു വേണ്ടി നിങ്ങൾ ചിന്തിക്കും? അവയർനെസ് ക്ലാസ്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ അങ്ങനെ അവയർനെസ് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നടക്കാൻ നല്ല കാര്യം തന്നെ. ഇപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ അവയർനെസ് ക്ലാസ്സിൽ പിന്നെ പോയി അതിൽ അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ സീലടിച്ചാലേ അവർക്ക് ടെസ്റ്റിന് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെയൊക്കെ റൂളുണ്ട് ഇപ്പോൾ. അമ്പൂട്ട നല്ല ഉറക്കോട്ടോടെ. അപ്പോൾ ഇന്ന് മുതൽ അവയർനെസ് ക്ലാസ്സിനൊക്കെ പോവുക. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 8-ന് പോയിട്ട് കുറ്റിയൊക്കെ കുത്തി മറിച്ച് കണ്ടെത്തിടരുത് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. 8 നേരെ എടുക്കണേ. ഇനി ഇതേപോലെ അടുത്ത അവയർനെസ് ക്ലാസ്സിൽ വരാൻ വയ്യ റിജക്റ്റ് ആയിട്ട്. ഓ അപ്പൊ കുറ്റി ഇടിച്ചിടും. നേരത്തെ ടെൻഷനില്ലേ ഒന്നാമത്തെ കാര്യം. എനിക്ക് പോലീസ് യൂണിഫോം കണ്ടാലേ ടെൻഷനാ. എന്താന്നറിയത്തില്ല, കുഞ്ഞിനെ തൊട്ട് പോലീസ് പറഞ്ഞ വലിയ സംഭവമില്ലേ. അങ്ങനെ ആള് കാറിൽ കയറി ഇരിക്കുമ്പോ ചിലപ്പോ ഞാൻ ഇനി പെട്ടെന്ന് ക്ലച്ചൊക്കെ വിട്ട് കാർ ഓഫ് ആവുന്നതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ പരീക്ഷണല്ലേ. 7 മണിക്കുള്ളിൽ വന്നില്ലെങ്കിൽ അവര് കയറ്റൂലെന്നാ പറഞ്ഞ ഡ്രൈവിംഗ് മാഷ്. പോവാം ഗൈസ്. അങ്ങനെ നമ്മുടെ അവയർനെസ് ക്ലാസ്സിനെ പോയിട്ട് എനിക്കിട്ട് കുറച്ച് പറഞ്ഞു തരണേ. അപ്പൊ വാ ഗൈസ് പോവാം, നമുക്കും പോവാം ഒന്നിച്ച് അവയർനെസ് ക്ലാസ്സിന്. കമ്പ്യൂട്ടറിനെ എടുക്കുക വാരിപ്പറക്കി എറേനെ. രാവിലെ എനിക്ക് ഉറക്കം വരുന്നു ഗൈസ്. മോർണിംഗ്. ഇവ എന്നും ഇവിടെ കാണും കേട്ടോ. നമ്മളെ വീട്ടിൽ ഇവനാണ് കാവൽ. ഇതാണ് അവൻ്റെ കോർണർ. എപ്പോഴും അവിടെ കാണും. ഹാ ബ്യൂട്ടിഫുൾ പ്രഭാതം. നിങ്ങളെ കേൾക്കുന്നില്ല ഒരു ഫ്രഷ് മണം? ഫ്രഷ് മണോ? അടിപൊളി ഗൈസ്. ആഹാ, എനിക്ക് എന്ന് എണീറ്റൂടെ പ്രവീണ? എങ്ങനെ ഈ അലമാരയിൽ എങ്ങനെ ഡ്രസ്സുകൾ വാരിയിടാം? കാറിൽ എങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുക? ഫ്രണ്ടിൽ ഇരുന്നൂടാ. നീ അവനെ കൊണ്ടുപോകണം കേട്ടോ. അവന് കുറച്ച് അവയർനെസിന്റെ ആവശ്യമുണ്ട്. സ്ക്രീനിൽ തൊടരുത്, കണ്ട സീറ്റ് ബെൽറ്റ് ഇടണം, എഴുന്നേറ്റ് നിൽക്കരുത്, അടങ്ങി ഒടുങ്ങി ഇരിക്കണം. നിങ്ങൾ ഇങ്ങനെ ഉടക്കം എഴുന്നേറ്റ് കളയുന്നില്ല വേണ്ടോ. നിങ്ങൾ കടയിൽ തന്നില്ല, നിങ്ങൾ നല്ല ഒച്ച. നീ പോകുമ്പോ കീറും. അമ്മച്ചും മോനൊക്കെ പോയാ കേട്ടോ അവയർനെസ്. ഞാൻ ശരപടാപ്പവനെയും കാണും. എനിക്ക് ഞാനൊരു ദോശയൊക്കെ തിന്നോടക്കാം. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫുഡ് വേണം. എന്തോ കണ്ണ് തുറന്നാ ഫുഡ് വേണം. 5-10 മിനിറ്റ് ലേറ്റായ കണ്ണ് തുറന്ന ഫുഡ് വേണം ഗൈസ്. അത് അഗ്ഗരായി എനിക്ക് അറിയത്തില്ല. മാപ്പുറേ എനിക്ക് രാവിലെ അറിയത്തില്ല. ഒന്നാ പാതി ഉറക്കത്തിലാ വണ്ടി ഓടിക്കുന്നത്. അതെ, രാവിലെ എന്തെങ്കിലും മാച്ചിങ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഭയങ്കര മീറ്റ് ഫോർ ഈച്ച് തരാം. ഞാൻ ഇത് എടുത്തിടാൻ വേണ്ടി ഇന്നലെ മനസ്സിൽ കുറിച്ചത്. ഏട്ടാ എന്തിനാ എടുത്തിട്ടെ? അവളെ ചുരിദാറിന്റെ കളർ പറ്റി ഒരു ലോവറാജ് ആയിട്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഏത് കൂറ വേഷത്തില് ബാങ്കോക്ക് വരെയും പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അങ്ങനൊന്നുമില്ല എനിക്ക്. അങ്ങനെയുള്ള ഒരു കമന്റ് നീ കുറെ പോകും നിനക്ക് 1 മണിക്കൂറോളം ഒരുങ്ങാൻ. നീ അങ്ങനെ പോകത്തുള്ളൂ. ഞാൻ അങ്ങനെ എന്തോ അച്ഛാ അമ്മ പറയുന്നേ? അമ്മ ഇന്ന് 2 മിനിറ്റ് കൊണ്ട് ഒരുങ്ങിയില്ലേ അമ്മ? പ്രത്യേകിച്ച് പശു ഉള്ളവരൊക്കെ രാവിലെ എണീക്കും കേട്ടോ. നിന്റെ വീട്ടിൽ നീ എണീക്കുമായിരുന്നു രാവിലെ? 3 മണിക്ക് എണീക്കുമായിരുന്നു. അല്ല, ഉറങ്ങത്തില്ലായിരുന്നു. രാത്രി ഫോണും വിളിച്ച് കിടന്നിട്ട് ഓക്കെ ശരി ഞാൻ ഉറങ്ങാൻ പോകുന്ന ഏട്ട ഉറങ്ങാൻ പോവും, ഞാൻ കറക്കാൻ പോവും. അതെങ്ങനെ വെക്കണ്ടേ എളുപ്പങ്കാലൊക്കെ ഫോൺ വിളിച്ച ഏട്ടോന്നൊക്കെ പറഞ്ഞു. പിന്നെ പറ ഇനി 2 ഡയലോഗ്. പിന്നെ എനിവേ ഇപ്പം സ്നേഹിക്കുന്നവർക്കും രാത്രി കോൾ ചെയ്തവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അഭിപ്രായം ഒരു നാണൊക്കെ ഇവിടെ വെച്ചാണ് അവരുടെ അവയർനെസ് ക്ലാസ് നടക്കുന്നത് കേട്ടോ. അമ്പൂനെയും കൊണ്ട് അവൾ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുരുത്തം കെട്ടവനെ കാരണം ക്ലാസ്
അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ മൃദുല ഇപ്പം എൻ്റെ കൊണ്ട് തന്നിട്ട് പോയട്ടോ. ഭയങ്കര കുരുത്തക്കേട്. അമ്പൂ ഒരു സത്യം പറഞ്ഞ ഉറങ്ങുന്ന സമയമാണ് ഗൈസ്. ഇപ്പം അമ്പു എന്തോ കിറുങ്ങിയടിച്ചിരിക്കുക. ഈ സമയത്തൊക്കെ അവൻ നല്ല ഉറക്കുക. സത്യത്തിൽ നമുക്കും ഈ ക്ലാസ് ഉണ്ട് കേട്ടോ. അന്നും ഈ അവയർനെസ് ക്ലാസ് ഉണ്ട്. പക്ഷെ പലരും അത് അറ്റൻഡ് ചെയ്യാറില്ല. ഞാനും അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് അത് കമ്പൽസറി ആക്കിയത്. ഇപ്പം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് നമ്മളതിൻ്റെ സീല് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ടെസ്റ്റിന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നല്ല കാര്യം കേട്ടോ, പലർക്കും ഒന്നും അറിയത്തില്ല ഗൈസ് വണ്ടിയെ പറ്റി. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം എന്തൊക്കെ നമ്മൾ വണ്ടിയുടെ ചെക്ക് ചെയ്യണമെന്നും. ഇപ്പം നമ്മളതിന് അപകടം കാണാറില്ല. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലൊക്കെ ഫ്രണ്ടിലൊക്കെ നിൽക്കും, നമ്മൾ വണ്ടിയൊന്നും നോക്കാതെ എടുക്കും. അങ്ങനെയൊക്കെ പല അപകടങ്ങളുണ്ട്. പലർക്കും വണ്ടി എങ്ങനെ പ്രോപ്പറായിട്ട് വണ്ടി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്, വണ്ടിയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. അതൊന്നും പലർക്കും അറിയത്തില്ല. അപ്പം അതിന് അവയർനെസ് ക്ലാസ്സൊക്കെ അത്യാവശ്യം നല്ലതാണ്. അതിനൊക്കെ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക കേട്ടോ. അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രം റോഡുകളിൽ വണ്ടികൾ ഇറക്കൂ സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങൾക്ക് അവയർനെസ് ക്ലാസ് തരുമെന്നായിരിക്കും ഇപ്പോൾ തോന്നുന്നത്, ഇല്ലേ അമ്പു? പിള്ളേര് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നൂടാ, അത് നിനക്കറിയോ? എന്നിട്ട് നീ ഇരിക്കുന്നില്ല. നിന്റെ സീറ്റ് ബാക്കില് ബേബി സീറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ പോയിരിക്കണം. അല്ലാതെ ഫ്രണ്ടിൽ ഇരുന്നൂടാ. യു നോ ദാറ്റ്. പല്ല് വെച്ച് ചിരിച്ചാ പോരാ. കണ്ട പല്ലൊക്കെ വന്നു നമുക്ക്. അയ്യോ പല്ലൊക്കെ വന്നത് കണ്ടോ കൈസ് പല്ല് ആ പൂർവ്വം. അപ്പൊ ബാക്കിൽ പോയിരി. നിന്റെ സീറ്റ് ബാക്കില് പോടാ. ബാക്കില് നിന്റെ സീറ്റ് ബാക്കിലാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നിന്നെ കണ്ടിട്ട് നിൽക്കുകയാക്കണം നിന്നെ. ഇവിടെ ഒരാള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര എന്റെ അടുത്ത് പറയാ, വണ്ടി കയറിയപ്പോ ചുറ്റും നടന്നായിരുന്നു, ടയറൊക്കെ നോക്കിയായിരുന്നു, ഫ്രണ്ടൊക്കെ നോക്കിയായിരുന്നു, ഗ്ലാസ് ഡോർ അടഞ്ഞിട്ടുണ്ടോന്ന് ഗ്ലാസ്സിൽ കൂടെ നോക്കിയായിരുന്നു. ഡോർ അടഞ്ഞിട്ടുണ്ടോന്ന് ഇതിനകത്ത് മോണിറ്റർ കാണിക്കും. അത് അതൊക്കെ ഒരു സെൻസറാ, ഇലക്ട്രോണിക്കാ. അതൊക്കെ എപ്പോഴൊക്കെ കാണാം. അടിച്ചു പോയി. നമ്മള് നോക്കണം, നമ്മള് മാനുവലായിട്ട് നോക്കണമില്ല. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കണം അല്ലേ? ഗ്ലാസ്സിൽ കൂടെ നോക്കിയാലും ജസ്റ്റ് ഒന്ന് തലതിരിച്ച് വേറെ വണ്ടികൾ വരുന്നുണ്ടോ നോക്കണം. എല്ലാ വട്ടം നീ വണ്ടി ഓടിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടടിച്ച് തിരിക്കട്ടോ. ചില കാര്യങ്ങൾ ഓടിക്കുമ്പോ കുറ്റം പറയുടെ കേസ് അവള് ഇപ്പോഴും കുറ്റം പറയുന്നത്, ചുമ്മാ എന്നെ കുറ്റം പറയുന്നത്. വണ്ടി ഓടിക്കുമ്പോ ഇത്രയും നാളും വണ്ടി ഓടിക്കുമ്പോ എന്നെ പറയാത്ത ആളാ, ഇപ്പൊ അങ്ങ് കുറ്റം പറയും. തമാശക്ക്. പക്ഷെ ഏട്ടൻ അങ്ങനെ പറയല്ല, അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടാണ് ഏട്ടൻ വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം അതല്ല, ഇപ്പൊ ഈ ബ്ലൈൻഡ് സ്പോട്ട് ഒക്കെ ഏട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുമല്ല ഇതുപോലെ നോക്കും, ഡോറിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഡ്രൈവറാണ് നീ. എന്റെ മനസ്സിൽ ഇന്നലെ എനിക്ക് സാറ് ഓരോന്ന് പറയുമ്പോഴും എന്റെ ഹസ്ബൻഡ് ഇത് ചെയ്യുമല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് നിന്നോട് എന്തൊരു പ്രൗഡ് ഫീൽ. അമ്പ് ഭയങ്കര ഉറക്കമായി സത്യം. അവന് സമ്മതിക്കണം, അവന് വിശന്ന്. ഈ 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു ക്ലാസ്. 2.5 മണിക്കൂർ എന്റെ ചെറുക്കൻ വലിയ കുരുത്തക്കേടൊന്നും കാണിക്കാതെ പാല് കുടിക്കും, ഉറക്കത്തിലും പാല് കുടിക്കുന്നുണ്ടോ. താടിയെല്ലാം തോടി താടി മുറിഞ്ഞിരിക്കുന്നേ. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു കേട്ടോ. സാർ അടിപൊളിയായിരുന്നു. വേണുകുമാർ സാറ് അടിപൊളിയായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നതൊക്കെ കണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഉറക്കം ഒഴിഞ്ഞ് പോയെങ്കിലും ക്ലാസ് വർത്തായിരുന്നു. അത് മാത്രമല്ലേ, എന്തോ പറയാമെന്ന്, ഞാൻ പഴയ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീല്, പഴയ പോലെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ചു നേരം അമ്പൂനെ വെച്ചോണ്ടിരുന്നപ്പോഴും നമ്മൾക്ക് കേട്ടോണ്ടിരിക്കും. ചില ആൾക്കാരുടെ ക്ലാസ് അങ്ങനെയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുറെ റിയൽ ഇൻസിഡൻസ് ആയിട്ടില്ലേ, അങ്ങനെയൊക്കെ മൊത്തം റിയൽ ആയിട്ടാ പറഞ്ഞത്. പിന്നെ സാറ് ഇതുപോലെ ഓരോ കേസിന് പോകുന്നതുകൊണ്ട് എല്ലാം ഓരോ സ്ഥലത്തെ കേസ് വെച്ച് റിയൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് പേടി വരും. ഏതോ സ്ഥലത്ത് ഞാൻ അത് കേട്ടായിരുന്നു, ഏതോ സ്ഥലത്ത് ഒരു അമ്മ കുഞ്ഞിനെ റിവേഴ്സ് നോക്കാതെ വണ്ടി നോക്കാതെ എടുത്ത് കുഞ്ഞ് ബാക്കി വന്ന് നിന്ന് നമ്മള് അതിനൊക്കെ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഡോർ അടയ്ക്കാതെ ഡോറിന് വെളിയിൽ പോയി. ഇല്ല അങ്ങനത്തെയൊക്കെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട്. നമ്മൾ വണ്ടി എന്ന് പറയുന്ന സാധനം റോഡിൽ കൂടെ ഓടുന്ന അത്രയും നമ്മളെ ജീവനും റോഡിൽ കൂടെ പോകുന്നവരുടെ ജീവനും നമ്മുടെ കൂടി എല്ലാം ഡിപ്പെൻസ് ആണ്. അപ്പൊ അതൊക്കെ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ലൈസൻസിന് വേണ്ടിയില്ലേ നമ്മൾ പഠിക്കുന്നത്, ഇങ്ങനെ എച്ചെടുക്കാൻ വേണ്ടി പഠിക്കും. അത് മാത്രമല്ല, ഇത് കുറച്ച് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം ഇങ്ങനൊക്കെ അപകടങ്ങൾ ഉണ്ടാവും പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ശ്രദ്ധയോടെ വണ്ടി ഓട്ടിക്കാൻ, ടെൻഷൻ കുറയാൻ വേണ്ടി, ടെൻഷൻ മാറ്റാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും ശ്രദ്ധയാക്കി വെക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അടിപൊളിയായിരുന്നു.
എനിവേ അപ്പം ഇനി എനിക്ക് ഇതും കിട്ടി. അപ്പം ബാട്ടെ ഇനി വിശക്കുന്ന കേട്ടോ, ഒന്നും കഴിച്ചില്ല ഗൈസ്. നമുക്ക് വല്ല ദോശയും കഴിക്കാം. നമ്മൾ നല്ല തഞ്ചാവൂർ ഹോട്ടലല്ലേ, തഞ്ചാവൂർ കിച്ചൺ വന്നിട്ടുണ്ട്. അമ്പു നല്ല ഉറക്കമാണ്. എനിക്കാണെങ്കിൽ അവനെ ഉണർത്താനായിട്ട് താല്പര്യമില്ല, പക്ഷെ വിശപ്പിന്റെ കാഠിന്യം മൂലം ഇപ്പം കഴിച്ചേ പറ്റത്തുള്ളൂ. ഡോറ് തുറന്നുകൊണ്ട് ഇങ്ങനെയാണോ ഇനി വലത്തെ കാലം വെക്കണോ ഇടത്തെ കാലം വെക്കണോ? രണ്ടു കാലം ഒന്നിച്ചു ആണോ പോലെ ഒന്നിച്ചിറങ്ങാം ഗൈസ്. അയ്യോ ഇറങ്ങുന്നതിന് പാറ്റേൺ ഉണ്ടായിരുന്നു. ഇറങ്ങുന്ന പാറ്റേൺ ഉണ്ടോ? അയ്യോ അത് ഏത് കൈ കൊണ്ടാണ് ഈ ലോക്ക് എടുക്കുന്നത്? ഇപ്പൊ വലത്തെ ഇടത്തെ കൈ കൊണ്ട് ലോക്ക് എടുക്കണം. അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. ഇടത്തെ കൈ കൊണ്ട് ലോക്ക് എടുത്തിട്ട് വലത്തെ കൈ കൊണ്ട് കാർ തള്ളണം. ഡോർ തള്ളണം. ഇതാ ഞാൻ എടുക്കാം. ഇടത്തെ കൈ കൊണ്ട് തുറന്നു, വലത്തെ കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് തുറന്ന അങ്ങനെ തുറക്കരുത്. അത് എന്തുകൊണ്ടാ റീസൺ പറഞ്ഞ സമയത്ത് ഞാൻ അമ്മുനെ തരം നിന്റെ അടുത്തോട്ട് കേട്ടില്ല. ആ റീസൺ എന്താണ് നിങ്ങൾ ഇടത്തെ കൈ കൊണ്ട് തുറന്ന് വലത്തെ കൈ കൊണ്ട് തള്ളി. വേറൊരു കാര്യം നോക്കണം, ബാക്ക് സീന്ന് വണ്ടിയോ ആരെങ്കിലും വരുന്നു. പാർക്ക് ചെയ്തേക്കുന്നിടത്ത് ബാക്കിന് ഓടണോ വണ്ടി വരുന്നത്? അല്ല ബോധവും കൂടെ വേണം. നീ കൊറേ ഊക്കുന്നുണ്ട് കേട്ടോ എന്നെ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട്. ആൾക്കാര് എന്നെ നോക്കുവാ, ഇവന് വട്ടാണാക്കിയ വണ്ടിന്ന് കേറി ഇറങ്ങി. ഇനി ഡോർ അടയ്ക്കണം. ഓക്കെ, ഡോർ അടച്ചു. ഉറപ്പ് വരുത്തണം. ഇതെന്ന് പറയാം. അടിപൊളി കേട്ടോ പൂവൊക്കെ. എന്നും ഒരു ഫ്രഷ് പൂ കൊണ്ടുവയ്ക്കാൻ തോന്നുന്നു. പാവം എന്റെ കുഞ്ഞ് നല്ല ഉറക്കം. അതുപോലെ തന്നെ ഏട്ടന് ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു. തീർന്നില്ലേ? ഇല്ല എന്താ പറയോ, കാർ ഇറങ്ങി ഏട്ടനും ഇറങ്ങി കഴിഞ്ഞാൽ കാറപ്പ് ലോക്ക് ചെയ്യണം. ഇതെന്തെന്നറിയോ, ലുലുമോളിലാണെങ്കിലും പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടും അയ്യോ ഞാൻ കാർ ലോക്ക് ചെയ്തായിരുന്നു, പിന്നെ തിരിച്ചു പോകും. പറഞ്ഞായിരുന്നു ഇല്ല, അതുപോലെ പാർക്ക് ചെയ്ത് എവിടാന്ന് ഓർമ്മ വേണം. ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഞാൻ ഫുഡ് മെനു നോക്കിക്കോട്ടെ. എന്റെ ഫോണ് കാറിയിരിക്കുക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. രാവിലെ ഫുഡ് എനിക്ക് പുട്ടാണ് കേട്ടോ. കുടിക്കുന്നത് എന്തൊരു പുട്ടാടി, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് പുട്ട്, പപ്പടം, ഏത്തപ്പഴം, പുഴുങ്ങിയത്, അടിപൊളി. ഈ കടലയല്ലേ, കറുത്ത കടലയല്ല. എനിക്ക് കറുത്ത കടല ഭയങ്കര ഇഷ്ടം. അവര് തമിഴ്നാട് വാസം അടിക്കുന്നുണ്ട് കേട്ടോ, തമിഴ്നാട് കറിയുടെ. പപ്പടം എടുത്ത് പൊട്ടിച്ച് പുട്ട്. അത് നമ്മളെ പല്ല് തേച്ചില്ല. പല്ല് ഒരു ദിവസം കഴിക്കാതെ കുഴപ്പമില്ലല്ലോ. രാവിലെ പിന്നെ ഉറക്കപ്പിച്ച് നിനക്ക് കഴിവിയായിരുന്നു. കഴിക്കട്ടെ, സോറി. എന്തോ ഒരു മനസ്സുഖം. നീ ഭയങ്കരമായിട്ട് കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കണല്ലോ. പല്ല് കഴിക്കാതെ പല്ല് തേക്കാതെ എത്ര പേര്. ഞാൻ ഇങ്ങോട്ട് നോക്ക്. ഫുഡ് കഴിച്ചു. നീ കഴിച്ചില്ല? പല്ല് കഴിച്ചോ? കഴിച്ചോ? അടിപൊളി. ഇങ്ങോട്ട് വന്ന പാരി തരാം. ടേബിൾ ഭയങ്കര നീളം. ഇവിടുത്തെ ചായ നല്ല പ്രസന്റേഷൻ ആട്ടോ. ഈ പാത്രം ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ ചായ അടിപൊളി ചായ. ഇങ്ങോട്ട് വന്നേ. ഈ ടേബിൾ എന്തോ ഒരു നീളം, വാരി കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു. തമിഴ്നാട് അല്ലേ? പിന്നെ തഞ്ചാവൂർ പിന്നെ തമിഴ്നാടല്ലേ, കേരളോ? തഞ്ചാവൂർ കിച്ചണിൽ കയറിയിട്ട് മൃദുലക്ക് നീ എന്തൊക്കെ പറഞ്ഞു? നമ്മള് മസാല ദോശ, ഉപ്പുമാവ്, കോംബോ വടയുണ്ട്. ഇന്നത്തെ ദിവസം കൊള്ളാം. രാവിലെ നല്ല അടിപൊളി ക്ലാസ്. ഇതെന്തോ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നിച്ചോ? അവനെ ഉണർത്തട്ടെ, അവന് കൊടുക്കാറുണ്ട്. ഞാനും ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. ഒരു ലോഡ് ചട്നി 180 രൂപ. 180 രൂപ എല്ലാം കൂടെ 180. പിന്നെ മസാല ദോശ മിനിയാ, എന്നാലും കുഴപ്പമില്ല. അല്ല എന്നാലും ഇതൊരു നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കഴിച്ചു നോക്ക്. ദോശ എങ്ങനെയുണ്ട്? ദോശ അടിപൊളി ദോശ. ഉപ്മാവിടെ അടിപൊളിയല്ലേ? ഇവര് യൂസ് ചെയ്യുന്ന റവ വേറെ ആണോ? സോഫ്റ്റ് കഴിക്കാൻ വേണ്ടി വിളിക്കാനായിരുന്നു. സംഭവം എണീറ്റിരുന്ന് അപ്പോഴേ ഉറങ്ങി. അമ്പു ഉണത്തി കൊടു. ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല അവൻ. അമ്പു അമ്പുവേ.
ദോശ തിന്നാ നമുക്ക് ദോശ. ഉപ്പുമാവുണ്ട്, ദോശയുണ്ട്, പടമുണ്ട്, കേസരി അമ്മ തിന്ന്, വടയുണ്ട്. നീ ഇച്ചിരി ആ കേസരി വെച്ചിട്ടുണ്ടാടി എന്റെ കുഞ്ഞിന്. അത് ഇരിപ്പുണ്ട്. ഓ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ്ടേ ഇങ്ങനെ കുഞ്ഞിന് മധുരം കൊടുക്കരുതെന്ന്. എടാ ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്തിരിയൊക്കെ കൊടുക്കാടാ കുഞ്ഞുങ്ങൾക്ക്. ഗൈസ് ലൈഫിലെ ബെസ്റ്റ് ഫീലിംഗ് എവർ മൊമെന്റിലാണ് ഗൈസ്. അമ്പൂട്ടൻ നടന്ന് ഗൈസ്. അമ്പു അടിപൊളിയായിട്ട് നടന്നു ഗൈസ്. അമ്പു ഇപ്പം ജസ്റ്റ് ഇപ്പം നമ്മള് ഡാൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ഇവൻ നമ്മൾ കണ്ട് അവിടെ ഡാൻസ് കളിച്ചോണ്ടിരുന്ന ഇവൻ നടന്ന് ഇഞ്ഞ് വന്ന് നമുക്ക് ഷോക്കായി പോയി. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് വന്ന് ഗൈസ്. അതൊരു ഷോക്കായിരുന്നു കേട്ടാ, സത്യം പറയാലോ. എന്റെ പൊന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുവായിരുന്നേ. ഞാൻ ഭയങ്കര എപ്പോഴും നടക്കുന്നത് കളിക്കില്ല. ആ ഇങ്ങനെ കറക്റ്റ് ബാലൻസ്. ഓ സ്പീഡ് കൂടി നടന്നു. പിന്നെ കണ്ട ഓ എടി ഇനി നടക്കൂടി മൃദുലേ. ഇനി ഞാൻ പേടി ഇച്ചിരി മാറി തുടങ്ങി കേട്ടോ. ആ ഈ സാധനം ഉണ്ട് ഗൈസ്. ഈ സാധനം നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കാം. അമ്പു ഇതിന്ന് ആ എടാ ഇനി ഭയങ്കര രസമായില്ലേ. അമ്മ വീഡിയോ വിളിച്ച് കടിച്ചു വിടറി. എന്നെ പൊന്നു ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ വേണ്ട ഗൈസ്, ഈ സാധനം നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ വാങ്ങിക്കുക. അമ്പു ഇതിൽ നടന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത്. നമ്മളല്ലാണ്ട് കൈ പിടിച്ചും സെറ്റി പിടിച്ചിട്ട് കാര്യമില്ല. ഈ സാധനം കൊണ്ട് അവൻ ഇങ്ങനെ നടക്കുമായിരുന്നു, ഫുള്ളിങ്ങനെ നടക്കുമായിരുന്നു. അത് നടന്നതിന് ശേഷമാണ് ഗൈസ് സംഭവം നന്നായിട്ട് നടക്കാൻ തുടങ്ങിയത്. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. മെഡിക്കൽ അയ്യോ നമ്മളൊന്നും മിണ്ടരുത്. ശരി, നമ്മളങ്ങനെ ഒന്നും മിണ്ടരുത്. ഇങ്ങനെയാണേ ഗൈസ് കുഞ്ഞുങ്ങൾ പിച്ച വെച്ച് നടക്കുന്നതെന്ന് പറയുന്നില്ലേ, ഇല്ലേ മൃദുലേ? പക്ഷെ എത്ര ഒരു വിഷമമില്ലായിരുന്നു നടക്കാത്തതിലൊരു ഇതില്ലായിരുന്നു. നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. അമ്പോ ഓ കാലെടുത്ത് ചെറുതൊരു പേടി ഉണ്ട്. ഹാപ്പി 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 അങ്ങനെ ഞങ്ങള് മൃദുല പലപ്പോഴും ഇമോഷൻസ് ആക്കുമ്പോ ആൾക്കാര് കമന്റ് ഇടും. അത് എല്ലാവർക്കും ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എനിക്കാണ്ട, എനിക്ക് അവിടെ ഒരു അമ്മയല്ലേ, എല്ലാവർക്കും ചിലപ്പോ അങ്ങനെ, എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കില്ല. അവക്ക് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് അവള് ഇമോഷൻസ് ആവും. പലപ്പോഴും അവള് കൺട്രോൾ ചെയ്ത് നോക്കുമെങ്കിൽ അയ്യോ സന്തോഷം സേഫാ അങ്ങനെ ഇരുന്നോളൂ. ഇവനാണ് നടന്നെങ്കിലേ നമ്മളെന്തോ അച്ചീവ് ചെയ്ത പോലെ തോന്നുന്നു. മൃദുലെ എന്തോ നമ്മളെന്തോ ഒരു വലിയ സാധനം അച്ചീവ് ചെയ്തൊരു ഫീല് ഗൈസ്. അമ്പു നടന്നപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഗൈസ്. എന്താന്ന് അറിയത്തില്ല കേട്ടോ, ഭയങ്കര ഹാപ്പി ഗൈസ്. ഇല്ലേ അമ്മ നമ്മള് വെറുതെ ഊടും വേണ്ട ഉറക്കമില്ല. ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇവനെല്ലാം വേറൊന്നല്ല, പല്ല് വന്നതും നടന്നതും. മീനുവിന്റെ ഇളയ കുഞ്ഞില്ല ആൻമിയൊക്കെ 8ാം മാസത്തെ ഇറങ്ങിട്ട് നടന്നു.
അവളിങ്ങനെ അല്ല എനിക്ക് തോന്നുന്നു പെങ്കൊച്ചുങ്ങള് പെൺകുഞ്ഞുങ്ങള് വേഗം എല്ലാം സംസാരിക്കുന്നതിലും എല്ലാം സ്പീഡിന് ചെയ്യും. ആൺകുഞ്ഞുങ്ങൾ ഇച്ചിരി ലേറ്റാ. എന്നാലും കുഞ്ഞിന് പല്ല് വന്നില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും. അതല്ല ചില കുഞ്ഞുങ്ങളെ ഞാൻ കാണുമ്പോൾ ഞാൻ ചോദിക്കും എത്ര മാസമായിരുന്നു. അപ്പോൾ ഒരു 5 മാസം 6 മാസമായെന്ന് പറഞ്ഞാലും വാ നിറച്ച് പല്ലായിരിക്കും. ഇനി അതിലൊക്കെ കമ്പയർ എന്നല്ല ചെറിയൊരു വിഷമം കുഞ്ഞിന് എന്താ വരാത്തെ. അപ്പൊ ചിലർ പറയും മോണ കീറി വിടണം, പല്ല് വന്നില്ലെങ്കിൽ 1.5 വയസ്സ് വരെ വന്നില്ലേ മോണ കീറി വിടും, എന്താ കുഞ്ഞിന് പല്ല് വരാത്തെ, കാൽസ്യത്തിന്റെ ഇതൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ പല്ല് വന്ന് അവർ നടക്കുകയും ചെയ്ത്. പക്ഷെ കറക്റ്റ് ടൈം അല്ലേ? സാധാരണ എല്ലാരും പറയേ പിള്ളേർ കൊറേ വീണായിരിക്കും നടക്കുന്നത്. പക്ഷെ ഇവന്റെ കേസിൽ വീണിട്ടില്ല. വീഴൂല. വീഴാൻ സാധ്യത വരുമ്പോ ഒന്നേ അവൻ ഫ്രണ്ടിലോട്ട് ഇരിക്കും, അല്ലെങ്കിൽ അവൻ ഡിക്കി കൊണ്ട് ബാക്കിലോട്ട് ഇരിക്കും. അങ്ങനെ നടന്ന് വീണ് അങ്ങനെ ഇല്ല. അവൻ വീഴൂല. ഒരു റിസ്ക് എടുക്കത്തില്ല കൈസവൻ. റിസ്ക് എടുത്താൽ ലൈഫ് സക്സസ് ആവും. പക്ഷെ അമ്പു ഒരു റിസ്ക് എടുക്കത്തില്ല. സേഫ് ആയിട്ട് ഇരിക്കുന്നതും നിക്കുന്നതും നടക്കുന്നതും എല്ലാം സേഫാ. വീഴത്തേ ഇല്ല. അവനെ വെച്ചങ്ങ് പുകഴ്ത്തുവോ നമ്മളല്ലേ? ശരി, നമ്മളെ അല്ലെങ്കിൽ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. നൈറ്റ് ഡാൻസ് പ്രാക്ടീസ്. അപ്പൊ ഇന്ന് നമ്മളെ ചലഞ്ച് ചെയ്തായിരുന്നു ഇന്നൊരു ഡാൻസ്. നമ്മൾ ആൾറെഡി അതെ ഒരു ചലഞ്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. എവൾ ഡ്രൈവിങ്ങിന് പോയ സമയത്ത് എന്റെ തോളിൽ അമ്പു ആദ്യമായിട്ടാണ് ഒരു 3.25-4 മണിക്കൂർ അമ്പു ഇരുന്ന് ഒറ്റ ഉറങ്ങി ഗൈസ്. അയ്യോ ഒറ്റ ഉറങ്ങി. ഞാൻ വന്നപ്പോ മൃദുലേ ഏട്ടൻ പറഞ്ഞതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവൻ പറയുന്നത്. ആണോ? അവ അപ്പഴേ ഉറങ്ങിയില്ല. അവൻ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഉറങ്ങിയില്ല. ആണോ അമ്പു? ഈ അച്ഛൻ കള്ളം പറഞ്ഞാടാ. ഞാൻ വന്നപ്പോഴേ ഏട്ട ഇങ്ങനെ പാതി ഉറക്കത്തിൽ അവനെ തോളത്തിട്ടോണ്ടിരിക്കുക. ഞാൻ എടുത്തത് ഞാൻ അവനെ വെച്ചോണ്ട് ഇവിടെ ഉറങ്ങി കളഞ്ഞു. ഞാൻ വേണം കട്ടിലേ കിടക്കണമെങ്കിൽ ഞാൻ വേണം. പിന്നെ ഇപ്പൊ ഡാൻസ് ചലഞ്ച് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. നൈറ്റ് ഓൺ ആണ് നമ്മൾ രാത്രികാല ജീവികളാണ്. നൊക്ടൂണൽസ് ആണ്. നൊക്ടൂണൽസ് എന്ന് വെച്ചാൽ രാത്രി ജീവിക്കുന്ന മൂങ്ങയൊക്കെ. അത് നൊക്ടൂണൽസാ. മൈക്കിന്നറ കൈ മൈക്കിന്നറ മൈക്കിന്നറ കൈ. ഞങ്ങളിന്ന് നടന്ന കൊച്ചാണേ, ഞങ്ങളൊന്നും പറയല്ലേ. ഒന്നും പറയുന്നില്ലേ? ഒന്നും പറയുന്നില്ലേ? ഓക്കെ നടന്ന വലിയ കൊച്ചായി. ഇനി എന്തേലും ഉണ്ടോ? അമ്മ ഞാൻ അമ്മച്ചി ഒരു ഉമ്മ കൊടുത്തോട്ടെ പ്ലീസ്. ഒരു ഉമ്മ. ഇന്ന് നടന്നില്ലേ? അപ്പൊ നടന്ന സന്തോഷത്തിന് ഒരു ഉമ്മ പ്ലീസ്. ഇപ്പൊ കിട്ടിയായിരുന്നു. കിട്ടിയല്ലോ പ്ലീസ്. അമ്പൂര് ഉമ്മ വരാം. അപ്പൊ ഗൈസ് ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗ് കൂടെ ഷൈൻ്റെ പേയാണ്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ദിവസമാണ്. കാരണം അമ്പൂട്ടൻ ഇന്ന് നടന്നു ഗൈസ്. പിന്നെ ഒരു കാര്യം, ഞാൻ അമ്പു നടന്ന വീഡിയോ ഞാൻ ലാപ്പിലെടുത്ത് നോക്കിയപ്പോ നമ്മളതിനകത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അത് നോർമലി അങ്ങനെ ആയതാണ്. അപ്പം അത് ചിലപ്പോ കാണുന്നവർക്ക് ഓവർ എക്സൈറ്റഡ് എന്നൊക്കെ തോന്നാം. മേ ബി അത് നിങ്ങളുടെ കാഴ്ചപ്പാട്. നമ്മളെ കുഞ്ഞ് നമ്മളിങ്ങനെ നടന്നപ്പം നമുക്ക് ആദ്യത്തെ കുഞ്ഞാണ്. അപ്പം അവ ഇങ്ങനെ നടക്കുമ്പോ അത് നമ്മളെ ലൈഫിൽ അത് ഏറ്റവും പീക്ക് എക്സൈറ്റ്മെന്റ് ആണ്. അപ്പം മേ ബി അത് കാണുന്നുള്ളവർക്ക് മേ ബി അങ്ങനെ ഫീൽ ചെയ്തേക്കാം. അത്ര ഉള്ളത് പറയണമെന്ന് തോന്നി കഴിച്ചു. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വഴി കാണുന്നവരെ അമ്പുവിന്റെ കല്ലിറക്കം കാണും. കല്ലിറക്കം അമ്പൂ